കേരളത്തിൽ കർക്കിടക മാസം രാമായണ മാസം ശരീര സംരക്ഷണത്തിന് പ്രാധാന്യമുള്ള കാലമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് പലരും ഉഴിച്ചൽ ചെയ്യാറുണ്ട്. ഒരു ഡോക്ടറുടെയോ യോഗ്യതയുള്ള ആയുർവേദ വൈദ്യൻ്റെയോ കീഴിൽ മാത്രമേ ഉഴിച്ചൽ ചെയ്യാവൂ. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും പേരുകേട്ട കളരിയാണ് രാമന്തളി വൈശാഖ് ഗുരുക്കളുടെ ശ്രീദുർഗ കളരി. കർക്കിടക മാസത്തിലെ ഇവിടുത്തെ പ്രധാന പാരമ്പര്യ മർമ്മ ചികിത്സകളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. കർക്കിടക മാസത്തിലെ കളരി ഒഴിച്ചിലിനെ പറ്റി ഒന്ന് പറഞ്ഞു തരും. കർക്കിടക മാസം പൊതുവെ നമ്മുടെ പൂർവികമായിട്ട് എല്ലാ ആൾക്കാരും പണ്ട് കാലത്തെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു മാസമാണ്. ഈ ഒരു മാസക്കാലം അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പുതുജീവൻ നൽകി ചിങ്ങമാസത്തിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോട് പൂർവികന്മാരായിട്ട് ആചരിച്ചു പോകുന്ന ഒരു മാസമായിരുന്നു. അത് വീടുകളിൽ രാമായണ പാരായണം, അതുപോലെ സ്വയം എണ്ണ തേച്ച് കുളി, ഔഷധ കഞ്ഞികൾ, മറ്റ് ആയുർവേദപരമായിട്ട് പാരമ്പര്യപരമായിട്ടുള്ള ലേഹ്യങ്ങൾ നിർമ്മിച്ച് കഴിക്കുക, ഇതൊക്കെ പൂർവികമായിട്ട് നമ്മുടെ തലമുറ ഒരുപാട് ഉപയോഗിച്ചു വന്ന ഒരു സമയമായിരുന്നു കർക്കിടക മാസം. പണ്ടത്തെ കർക്കിടക മാസവും ഇപ്പോഴത്തെ കർക്കിടക മാസവും വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ. അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? കർക്കിടക മാസത്തിൽ പൊതുവെ നല്ല മഴ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ചികിത്സ ചെയ്യുന്ന രോഗികൾക്കും നല്ല ഒരാശ്വാസമാണ്, അതുപോലെ ചെയ്യുന്ന നമ്മൾക്കും ഒരു ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രകൃതിയുടെ മാറ്റം അത് ശരിക്കും രോഗങ്ങൾ കൂടിയിട്ടുണ്ട്, രോഗികൾ കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ചികിത്സകരായ നമ്മൾക്കായാലും വരുന്ന രോഗികൾക്കും അത് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല ക്ഷീണം കൂടുതൽ വരുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്? സുഖചികിത്സക്കാണോ അല്ല? ഇവിടെ ഇപ്പം കൂടുതലായിട്ടും സുഖചികിത്സക്ക് ആൾക്കാർ വരാറുണ്ട്, അതുപോലെ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ കളരിയിലിപ്പം എൻ്റെ അടുത്ത് വരുന്നത് കൂടുതലും തെയ്യം കലാകാരന്മാരാണ്. അവർ തുലാവും 10 മുതൽ എല്ലാ ഒരു കാലഘട്ടത്തിൽ അവർ തെയ്യം കഴിച്ചിട്ടുള്ള അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ഉഴിച്ചിലൂടെയും നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൂടെയാണ് അവർ കവർ ചെയ്ത് വരുന്നത് ഒരു വർഷത്തേക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ. അങ്ങനെ നിരവധി ഇന്നിപ്പോൾ വടക്കേ മലബാറിലെ നിരവധി പേരുകേട്ട പ്രശസ്തരായിട്ടുള്ള തെയ്യക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. അവർക്ക് സന്തോഷമുണ്ട്. ആ ഉഴിച്ചൽ കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു വർഷത്തെ പെർഫോമൻസൊക്കെ കാണുമ്പോൾ പല വേദികൾ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവർ വീണ്ടും വീണ്ടും അന്വേഷിച്ച് വരും, ചെയ്തു കൊടുക്കാറുമുണ്ട്. ഈ വർഷം തെയ്യക്കാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. പുറം രാജ്യങ്ങളിൽ ആരെങ്കിലും വരാം? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകുന്നുണ്ട്. അതൊരു സീസൺ ഉണ്ട്. നമ്മൾ ആ ഒരു തെയ്യം സീസൺ മുതൽ ഏകദേശം മാർച്ച് ഏപ്രിൽ വരെ ആൾക്കാർ വരും.